20,000 രൂപ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ വീട്ടുടമയ്ക്ക് 41,264 രൂപ സെസ് അടയ്ക്കാൻ നോട്ടീസ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അടയ്ക്കാനാണ് കേളകം സ്വദേശി തോമസ് പുതിനപ്രയ്ക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയത്. കാലപ്പഴക്കത്താൽ വീട് ചോർന്നൊലിക്കുന്നത് തടയാനുള്ള അറ്റകുറ്റപ്പണി മാത്രമാണ് നടത്തിയതെന്നാണ് ഈ വീട്ടുടമയുടെ വാദം. നികുതി സ്ലാബുകളിലെ വർധന പൊതുജനങ്ങൾക്ക് ഭാരമുണ്ടാക്കുന്നുവെന്ന വിമർശനം നിലവിലുണ്ട്. ഇതിനിടെയാണ് യുക്തിസഹമല്ലാത്ത സെസ് ഈടാക്കലിനെ കുറിച്ചുള്ള പരാതി ഉയരുന്നത്. കേളകം സ്വദേശിയായ പുതിനപ്ര തോമസിന്റെ ഈ വീടിന് 50 വർഷം പഴക്കമുണ്ട്. മേൽക്കൂരയിലെ ചോർച്ച വെല്ലുവിളിയായതോടെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി. മേൽക്കൂരയിലും ചേർന്നുള്ള ഭാഗത്തും ഷീറ്റിട്ടു. 2016 റവന്യൂ വകുപ്പ് തറ വിസ്തീർണം 226.72 ചതുരശ്ര മീറ്ററാണെന്ന് കണക്കാക്കുകയും 6,000 രൂപ നികുതി ഈടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെസ് പിരിവ് ഊർജിതമാക്കാനുള്ള സർക്കാർ നടപടിക്കിടെ തോമസിന് തൊഴിൽ വകുപ്പിന്റെ നോട്ടീസ് കിട്ടി. 41,26,410 രൂപയുടെ നവീകരണ ജോലികൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ 1% 41,264 രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് അടയ്ക്കണമെന്നുമാണ് നോട്ടീസ്. എല്ലാ നവീകരണ പ്രവൃത്തികൾക്കുമായി 20,000 രൂപ മാത്രമാണ് ചെലവായതെന്നാണ് തോമസ് പറയുന്നത്. 20,000 രൂപയുടെ ചെലവ് ഞാൻ ചെയ്തിട്ടുണ്ട്. നനച്ചിന് മാറ്റിയെടുത്തിട്ടുണ്ട്. വേറെ ഒരു പണി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. 40,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു തോന്നുന്നു. അത് എന്നെ കൊണ്ട് ഇപ്പം അടയ്ക്കാൻ സാധ്യമല്ല. ലേബർ ഓഫീസറുടെ നോട്ടീസിൽ വീടിന്റെ തറ വിസ്തീർണമായി വ്യത്യസ്ത അളവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീട് സംരക്ഷിക്കാൻ ഷീറ്റിട്ടതിന് സെസ് പിരിക്കുന്നതിനെതിരെ പൊരുതുമെന്നാണ് തോമസിന്റെ നിലപാട്. ഒരു ഓപ്പറേഷൻ ബൈപ്പാസിന്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് 3-5 ലക്ഷം രൂപ ആയി. എനിക്കതുകൊണ്ട് ഉടനെ ഇതിനടയ്ക്കാൻ എനിക്ക് നിർവാഹമില്ല. തീരെ സുഖമില്ലാത്തതുകൊണ്ട് തലകറക്കവും പരിപാടികളെല്ലാം ഉണ്ട്. ഓപ്പറേഷനോടുകൂടി പല രോഗങ്ങളാണ്. ഇതിൽ നിന്ന് എന്നെ ഒഴിവാക്കി കിട്ടണം. അതിലേ എനിക്ക് പറയാനുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് സെസ് പിരിവ് കൂടുതൽ ഊർജിതമാക്കിയത്. റവന്യൂ വകുപ്പ് മുഖേന കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകി പണം പിരിക്കുന്നത്. സെസ് തുക നിർണയിച്ചത് മാനദണ്ഡങ്ങൾക്കനുസൃതമായി ശാസ്ത്രീയമായാണോ? അതല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനങ്ങളെ പിഴിയാൻ റാൻഡമായി നോട്ടീസുകൾ അയക്കുകയാണോ? മറുപടി പറയേണ്ടത് തൊഴിൽ വകുപ്പാണ്. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. 10 ലക്ഷത്തിൽ താഴെ നിർമ്മാണ ചെലവുള്ളതും 100 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ളതുമായ ഗാർഹിക കെട്ടിടങ്ങൾക്ക് മാത്രമാണ് സെസ് ഇല്ലാത്തത്. നോട്ടീസ് കൈപ്പറ്റിയിട്ട് പണം അടയ്ക്കാതിരുന്നാൽ മാസം 2% വെച്ച് പലിശയും കൊടുക്കേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വരുമാനം കണ്ടെത്താനാണ് ക്ഷേമനിധി ബോർഡിൻ്റെ ഈ കടും വെട്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇത് നമ്മൾ ഇപ്പം 2-3 വർഷമായുള്ളൂ. പിന്നെ ഇവിടെ എല്ലാം നനഞ്ഞിട്ട് ഷീറ്റ് ഇട്ടതാണ്. അടുക്കള വശമെല്ലാം നനഞ്ഞിട്ട് അങ്ങനെ ഷീറ്റ് ഇട്ടതാണ്. നേരത്തേനും ഇങ്ങനെ കംപ്ലൈൻറ്റുകളൊക്കെ വരുവാണെങ്കിൽ എന്നെ ചെയ്യാൻ 1,000 രൂപ വെച്ച് അടയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്കത് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ദുർവിനിയോഗം അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചുങ്കക്കുന്നിലുള്ള ഈ തോമസ് ചേട്ടൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അധികാരികൾക്ക് മാക്സിമം ഒരു സാധാരണക്കാരനെ എത്രയൊക്കെ ഊറ്റിപ്പിഴിയാൻ പറ്റുമോ അതിന് ഉദാഹരണമാണ് ചുങ്കക്കുന്നിലെ തോമസ് ചേട്ടൻ്റെ അവസ്ഥ. ഇങ്ങനൊരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഒരു 10,000 ആണെങ്കിലും നമ്മൾ അംഗീകരിച്ചേനെ. ഇതിപ്പം എൻ്റെ 10 ഇരട്ടി പൈസയല്ലേ വരുന്നത്. ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ഒരു മോശമല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.